സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള നടി, 50 കോടിയുടെ പ്രൈവറ്റ് ജെറ്റ്, അത്യാഡംബര കാറുകളും വീടുകളും. സൂപ്പർ താരങ്ങൾ അരങ്ങുവാഴുന്ന തെന്നിന്ത്യൻ സിനിമയിൽ കഴിവും അർപ്പണബോധവും കൊണ്ട് അവർക്കൊപ്പം സ്ഥാനം പിടിച്ച നടിയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നയൻതാര. நாலு புத்தகத்தை படிக்கிறது விஷயம் இல்ல, மக்களையும் மண்ணையும் படிக்கணும். அப்படி பார்த்தா நீங்களும் படிச்சவர் தான். நான் ஒன்னு கேக்குறேன், இப்ப நீ வீட்டுக்கு போனா உனக்கு அம்மா அப்பா யாராச்சும் இருப்பாங்கல்ல? ஆனா நான் வீட்டுக்கு போனா யாருமே இருக்க மாட்டாங்க. உனக்கு என்னைக்கு அந்த மாதிரி ஆகட்டும், அன்னைக்கு தான் நான் என்ன சொல்றேன் உனக்கு புரியும். எழுந்தது என் விக்ரம். டிசைட் பண்ண நான் வாழணும், பொண்ணுக்காக வாழணும். വളരെ സാധാരണക്കാരിയായി മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ അവതാരികയായി തുടങ്ങി ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ താരറാണിയായി മാറിയിരിക്കുകയാണ് നയൻസ്. മനസ്സിനക്കരെ ജയറാമിന്റെ നായികയായിട്ടായിരുന്നു അഭിനയ രംഗത്ത് എത്തുന്നത്. തസ്കരവീരൻ, നാട്ടുരാജാവ്, വിസ്മയത്തുമ്പത്ത്, രാപ്പകൽ എന്നീ സിനിമകളിലും നയൻസ് തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. പിന്നീടാണ് നയൻതാര ഗ്ലാമർ വേഷങ്ങളിലൂടെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ചേക്കേറിയത്. അത് നയൻതാരയുടെ കരിയറിലേക്കുള്ള ഒരു മികച്ച കാൽവെപ്പായിരുന്നു. അവിടെ നിന്നാണ് നയൻസ് ലേഡി സൂപ്പർ സ്റ്റാറിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. പിന്നീട് ഗ്ലാമർ വേഷങ്ങളിൽ നിന്ന് ശക്തമായ കഥാപാത്രങ്ങളിലേക്ക് മാറുകയായിരുന്നു. ബിസിനസ് മേഖല നായകന്മാർക്ക് മാത്രമല്ല നായികമാർക്കും കഴിയും എന്ന് തെളിയിച്ചത് നയൻതാരയായിരുന്നു. തുടർന്ന് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേരും അവർ സ്വന്തമാക്കി. ഇന്ന് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണ് നയൻതാര. ഒരു സിനിമയ്ക്ക് 10 കോടി മുതൽ 12 കോടി വരെയാണ് നയൻസിന്റെ പ്രതിഫലം. നിലവിൽ 200 കോടിയുടെ ആസ്തിയാണ് നയൻതാരയ്ക്കുള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 50 കോടി വില മതിക്കുന്ന സ്വകാര്യ ജെറ്റ്, ആഡംബര കാറുകൾ, കൂടാതെ 30 കോടി വില മതിക്കുന്ന 2 പ്രീമിയം അപ്പാർട്ട്മെന്റും നയൻതാരയ്ക്കുണ്ട്. പരസ്യചിത്രങ്ങളിലൂടെയും റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങളിലൂടെയും വലിയൊരു തുക നയൻസിന്റെ അക്കൗണ്ടിൽ നിലവിലുണ്ട്. കൂടാതെ 100 കോടി വില മതിപ്പുള്ള സ്വത്തുക്കൾ മുംബൈ, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലായി വ്യാപിച്ചു കിടപ്പുമുണ്ട്. നിലവിൽ നയൻതാര താമസിക്കുന്നത് മുംബൈയിലെ ഒരു പോഷ് അപ്പാർട്ട്മെന്റിലാണ്. സ്വകാര്യ സിനിമാ ഹാൾ, നീന്തൽക്കുളം, അത്യാധുനിക ജിം തുടങ്ങി പല സൗകര്യങ്ങളും ഈ ആഡംബര വസതിയിലുണ്ട്. നടി മാത്രമല്ല, ഒരു നിക്ഷേപകയും കൂടിയാണ് നയൻതാര. ഒരു ലിബാം കമ്പനിയിലേക്ക് താരം 10 കോടി രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. കൂടാതെ റൗഡി പിക്ചേഴ്സ് എന്ന പ്രൊഡക്ഷൻ ഹൗസും നടിക്കുണ്ട്. ഇന്ന് 40ാം ജന്മദിനം ആഘോഷിക്കുന്ന നയൻതാരയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആശംസ പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിറന്നാൾ ആശംസകൾ അറിയിച്ച് ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവനും രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള എൻ്റെ ബഹുമാനം എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തേക്കാൾ ദശലക്ഷം മടങ്ങ് കൂടുതലാണ്. നീ എൻ്റെ തങ്കമാണ് എന്നാണ് വിഘ്നേഷ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. ഐ ലവ് യു എന്ന് നയൻസും മറുപടി നൽകിയിട്ടുണ്ട്. സിനിമാ പ്രവർത്തകരടക്കം നിരവധി ആരാധകരാണ് നയൻതാരയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ പിറന്നാൾ ആശംസകൾ അറിയിച്ചത്. അതേസമയം നയൻതാരയുടെ സ്വകാര്യ ജീവിതവും പങ്കുവയ്ക്കുന്ന ഡോക്യുമെന്ററി ബിയോണ്ട് ദി ഫെയറി ടെയിൽസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തു. ഗൗതം മേനോനാണ് നയൻതാരയുടെ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിനായി ഒരുക്കിയിരിക്കുന്നത്. വിഘ്നേഷുമായുള്ള വിവാഹത്തിന്റെ ഇതുവരെ പുറത്തുവരാത്ത ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഡോക്യുമെന്ററിയിൽ ഉള്ളത്. നാനും റൗഡിദാൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് വിഘ്നേഷും നയൻതാരയും വിവാഹിതരാകുന്നത്. ഇരുവരുടെയും ആഡംബര വിവാഹത്തിന്റെ ചിത്രങ്ങൾ പകർത്താനുള്ള അവകാശം ഇവർ നൽകിയിരുന്നത് നെറ്റ്ഫ്ലിക്സിനായിരുന്നു. അതേസമയം നയൻതാരയുടെ ജീവിതം പങ്കുവയ്ക്കുന്ന ഡോക്യുമെന്ററിയിൽ നിന്ന് നാനും റൗഡിദാനിലെ ബിഹൈൻഡ് ദി സീൻ വീഡിയോ രംഗങ്ങൾ 24 മണിക്കൂറിനകം ഒഴിവാക്കണമെന്ന് ധനുഷ് ആവശ്യപ്പെട്ടിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ വിവാദ ഉള്ളടക്കം മാറ്റിയില്ലെങ്കിൽ നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സിനുമെതിരെ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ധനുഷ് അഭിഭാഷകന് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇന്ന് 40ാം ജന്മദിനം ആഘോഷിക്കുന്ന നയൻസിന് എല്ലാവിധ ആശംസകളും.